മാറ്റി കളയണം. അവക്ക് ഒരു വിധത്തിൽ ഒരു ഞാൻ പ്യാന് കൂടുതൽ സൗണ്ട് കൂടുതല് അത് ഇട്ടാണ് നോക്കൂല. ഈ ഒരു പായ വാങ്ങിച്ചെന്നൊക്കെ കിടക്കായിരുന്നു. പഴവുമില്ല, കട്ടിലേക്ക് പിടിച്ചു കിടത്തി അത് അത്ര തുരുമ്പെടുത്താണ് കട്ടിലാണ്. ഈ കട്ടിൽ ഞാൻ കിടക്കില്ല, ഈ അമ്മയാണ് ഞാൻ കിടക്കിയില്ല. ഇനി ഒരിക്കലും ഞാൻ കിടക്കില്ല, അത്രയും ചെത്ത് പൊടിഞ്ഞ കിടക്കണം. ഈ തലയിൽ വീഴുവാണെങ്കിൽ മണ്ട പോവും. അതും സിമെന്റ് ഇട്ട് പറയും. ഈ തലയിൽ കിടക്കുമ്പോ മണ്ട പോകണമെങ്കിൽ പിന്നെ തലവേദന ഉണ്ടാവും. ദിവസേന ആശുപത്രി കൊണ്ടുപോവാം. ഇവിടെ ആരിക്ക നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കും ആശുപത്രി കൊണ്ടുപോവാൻ. കടയിൽ ഞാൻ കിടക്കണില്ല. എത്ര ദിവസം കൊണ്ട് മോൻ്റെ പറയണേ, മോനോട് പറഞ്ഞാനൊക്കെ മോനെ എന്ന് കേക്കില്ല. അവൾക്ക് അതിനെ ഒന്ന് ഒരു ചില ഇല്ല. അവളുടെ എത്ര ദിവസം കൊണ്ട് പറയാണ്. അവളോട് പറഞ്ഞാണെങ്കിൽ അവള് കേക്കില്ല. അവളോട് നമ്മളോട് നമുക്ക് പറയാന്നല്ലേ ഉള്ളു. അവളോട് പറഞ്ഞാലും അവള് കേക്കില്ല, അവൻ പറഞ്ഞാലും അവൻ മോൻ്റെ പറഞ്ഞ കേക്കയില്ല. അന്ന അവളെ വീട്ടിൽ പോയില്ല, ഒന്നും പോയില്ല. അവളെ ചോർമാരനെ ഒന്നും വേണ്ട. നമ്മളെ വീട്ടിൽ തന്നെ ഇല്ല. ഇനി ഒന്നിനും പോവില്ല അവളെ വീട്ടില്. അവളെ വീട്ടിൽ വീട്ടാണ് അവൾ കൂടുതൽ കാണിക്കണം. ഇനി ഒന്നിനും പോവില്ല. 10 മണി വരെ നോക്കാകുമ്പോ ഇടാൻ നേരത്തെ തന്നെ കൂടുവല്ല. ഈ പ്യാൻ ഇറക്കി മാറ്റി നന്നാക്കി കെട്ടണം. അവളെ വേലയിരിക്കട്ടെ. ഇനി അവളെ വീട്ടിൽ പോവില്ല, ഒന്നിനും പോവില്ല, ഒന്നും ചെയ്യണ്ട. അവിടെ ഈ എല്ലാത്തിനും അവിടെ പറയാത്ര അയോടിച്ചോണ്ടിരിക്കാൻ അവക്ക് പോകും. നമുക്ക് ഒന്നും പറയാക്കൂല. എന്താണ് പ്രശ്നം? ഈ ഈ പേനിലൊക്കെ ഒക്കില്ല. ഈ കട്ടിലി കിടക്കില്ല, ഞാൻ കിടക്കില്ല. അതുകൊണ്ട് അത്രയും ചെത്ത് പൊടിഞ്ഞിരിക്കുന്നു. ഒരു പാരണ്ടായിരുന്നെങ്കിൽ തലയിൽ വിരിച്ച് കിടക്കായിരുന്നു. മോൻ്റെ പറഞ്ഞാലും കേക്കില്ല, മരുമോടെ പറഞ്ഞാലും കേക്കില്ല. ഞാൻ വീട്ടിൽ പോണില്ല, ഒരു വായം ചെയ്യുന്നില്ല, ഒന്നും ചെയ്യില്ല. ഇപ്പൊ പാ വാങ്ങിച്ച പ്രശ്നം തീരോ? ഒരു പാ വാങ്ങിച്ച ഈ തലയിൽ വിറ്റ് കിടക്കായിരുന്നു. തറയിൽ വിറ്റ് വേണം. അമ്മ ഈ തറയിൽ കിടക്കാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫാൻ തന്നിട്ട് ഫാൻ ഇട്ടു. ഈ ഫാന് കൂടുതൽ സൗണ്ട് കൂടുതൽ. അമ്മ നിങ്ങളെ മോനാണ് പറഞ്ഞത് നിങ്ങൾ ഇത്രയും കാലം തറയിലല്ലേ കിടന്നത്. പഴയ വീട്ടിൽ നിങ്ങൾ തറയിലൊക്കെ അല്ലേ കിടന്നത്. അപ്പൊ ഇനിയെങ്കിലും കട്ടിലിൽ കിടന്ന് സുഖിക്കട്ടെന്നും പറഞ്ഞ് നിങ്ങളെ തുരുമ്പെടുത്ത്. അമ്മ അത് തുരുമ്പൊന്നുമില്ല, ഞാൻ ഒരു വട്ടം കണ്ടില്ല, അതിൽ ഒരു തുരുമ്പും ഇല്ല. നിങ്ങളെ തോന്നലാണ്. നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് തറയിൽ കിടക്കാൻ വേണ്ടി നിങ്ങൾക്ക് തോന്നണതാണ്. അത് തുരുമ്പെടുത്തന്ന്. പിന്നെ ഫാനിൽ ഇത് തന്നെ സൗണ്ട് അമ്മ, എല്ലാ ഫാനിലും ഇത് തന്നെ സൗണ്ട്. അത് നിങ്ങൾ രാത്രി ആവുമ്പം കാക്കേരിയും പൂച്ചേരിയും സൗണ്ടൊക്കെ ഇല്ലാതാവുമ്പോ നിങ്ങൾക്ക് അതിന്റെ മാത്രം സൗണ്ട് വലിയ സൗണ്ടായിട്ട് തോന്നണം. ഇനി എന്ത് ചെയ്യാൻ? മറ്റേ പണ്ട് സ്റ്റൂളിൽ ഒരു ഫാൻ വെച്ചിരുന്നപ്പോ അതിന് സൗണ്ട് ഇല്ലേ? സൗണ്ട് ഉണ്ടാ? അപ്പൊ പിന്നെ സൗണ്ട് പറഞ്ഞതിന് ഞാൻ ഇനി എന്ത് ചെയ്യാൻ? തടിക്കട്ടിൽ എങ്ങനെയാണ് തുരുമ്പെടുക്കണ? ഈ തടിയും ഈ മൊത്ത വെച്ച് കിടക്കാക്കില്ല. നീ എന്റെ വീട്ടിൽ പോ, നീ ഒന്നും പറയണ്ട. നീ എന്റെ വീട്ടിൽ പോ. നീ എന്തിനു ഇവിടെ നിൽക്കണ? വീട്ടിൽ പോ. ഒരു കാര്യം ചെയ്യാം, പാ വാങ്ങിച്ചാ തീരാവുന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. വാങ്ങിച്ചാ തലയിൽ വിരിച്ച് കിടക്കാം, അതോടെ പ്രശ്നം തീരോ? പിന്നെ ചിച്ചി ആ മുഖത്തേരെ പുറത്ത് വയ്ക്കും. പാ വാങ്ങിച്ച പ്രശ്നം തീരോ? അപ്പൊ തൂക്കണം. നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാതുള്ളൂ. നിങ്ങളെ മോനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം, കേട്ടാ? ആഹാരം കഴിച്ചോ രാവിലെ? ഞാൻ രാവിലെ ആഹാരം കഴിക്കില്ല. ഒന്നും കഴിച്ചില്ലേ? രാവിലെ കഞ്ഞ കുടിച്ചല്ലോ, കൊച്ചുകൊണ്ട് തന്നല്ലോ.
തന്നല്ലോ, ആഹാരം കഴിച്ചല്ലോ. ഇതുകൊണ്ടാണ് അങ്ങോട്ട് വരാത്തത്. പാ കിട്ടാത്തോണ്ടാ വരാത്ത? കിട്ടാത്തൊന്നും വരാത്ത. രാവിലെ തൊട്ട് ഈ ഇരിപ്പ് ഈ അലപ്പമാണ്. എന്നെ പറയണേന് കണക്കം കഴിയില്ല. രാവിലെ തൊട്ട് പാ കിട്ടാത്തതിന്. പിന്നെ സ്ഥിരം ആയതുകൊണ്ട് നമുക്ക് അറിയാം ഇതിങ്ങനെ. എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വന്നു പോയാ പിന്നെ അത് നടത്തിയിട്ടേ പറ്റുള്ളൂ. എനിക്കൊരു പാ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല. പാ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എത്ര ഇവിടെ നിന്നേ കൊടപ്പനക്കുന്നി പോയാൽ നമുക്ക് പാ കിട്ടും. പക്ഷെ മോൻ പറഞ്ഞ് പാ വാങ്ങിച്ചു കൊടുക്കണ്ട, ഇത്രയും കാലം അമ്മ തറയിൽ കിടന്ന്, ഇനിയെങ്കിലും കട്ടിൽ കിടക്കുക. അന്നും കട്ടിലില്ലാഞ്ഞിട്ടല്ല, കട്ടിലിന്റെ കഥ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കട്ടിലിൽ കിടക്കൂല. അപ്പം ചേട്ടൻ പറഞ്ഞ് നീ വാങ്ങണ്ട, തറയിൽ കിടക്കണ്ട, കട്ടിലിൽ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഇതിപ്പോ ഇത്രയും ബഹളാവൂന്ന് ഞാൻ അറിഞ്ഞോ? ചേട്ടൻ പറയണത് അന്ന് അങ്ങേർക്ക് ആവതില്ലാത്ത കാലത്ത് തറയിലൊക്കെ കിടന്നു, അമ്മ ആഗ്രഹിച്ചൊന്നും നടത്താൻ പറ്റിയില്ല. ഇന്ന് ആവതുണ്ട്, ഇന്ന് ചേട്ടനെ കൊണ്ട് പറ്റും. അപ്പൊ ആ സമയത്ത് അവര് പല അടവും കാണിക്കും, നീ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, തറയിൽ കിടക്കണ്ട, കട്ടിൽ തന്നെ കിടക്കട്ടെ എന്ന് കരുതി. ഈ അമ്മേരെയും മോന്റെയും നടുക്ക് നിന്ന് പെട്ടുപോണ ഞാനാണ്. അമ്മ പറയുന്ന വാശിയൊന്ന്, മോന് പറയുന്ന ഒന്ന് പെടുന്ന ഞാൻ. ഇനിയിപ്പോ ഇന്ന് പാ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഇന്നിപ്പോ കുറച്ച് കഴിയുമ്പോൾ നിരാഹാര സമരം പോകും. ഒന്ന് തിന്നിയില്ല, കുടിക്കില്ല. പായാഞ്ചെന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും കുടിക്കില്ല, തിന്നിയില്ല. ഇവിടെ തൂക്കണം, ഒരു തോൽപ്പായിരുന്നു. ഈ ഫാന് ഊരി നന്നാക്കണം, നന്നാക്കിയിടണം, എങ്കിലേ സൗണ്ട് കുറയുള്ളൂ. ഈ സൗണ്ട് ഇല്ലാത്ത ഫാനിന്റെ ടെക്നീഷ്യൻ എനിക്ക് അറിഞ്ഞൂടമ്മ. സൗണ്ട് കുറച്ച് മതി. സൗണ്ട്. ഞാൻ പോയി ഒരു പാ വാങ്ങിയിട്ട് അയ്യോ, ഉടുപ്പ് മാറിയിട്ട് പോയിട്ട് വാങ്ങിയാ മതിയല്ല. ഉടുപ്പ് മാറാനുള്ള സമയമെങ്കിലും തന്നില്ലേ? എന്തേലും പറയാ, എല്ലാം പറയാം. ഇത്രയും സമയം കിട്ടിയില്ല ഒരു പായ വാങ്ങിക്കാൻ. ഈ ഓരോ കട്ടില് തുരുമ്പെടുത്ത കട്ടില് കിടക്കണം. അത് എന്തെങ്കിലും പറ്റണമെങ്കിൽ വീരുന്ന് ചാവും, മണ്ട പോളകട്ട സിമെന്റ് പറയും. ഒരു കഷ്ടമെന്ന് പറയണേ. ജോലിയൊക്കെ തീർത്തിട്ടൊന്ന് കയറി ഇരിക്കാന്ന് കരുതിയെന്ന്. വാച്ച് എന്ത് ചെയ്തുകൊണ്ട് ഞാൻ ഇറങ്ങണ കാണുമ്പോ ഇപ്പൊ സന്തോഷമാവും. അയ്യോ അവളിതോ പോവാ ഇറങ്ങി എന്നുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. മീൻ അടുപ്പത്തിരിക്കുന്നത് എന്തായോണ്ട് എടുക്കുക. മീനും കൂടെ നോക്കിയിട്ട് പോവാം. വറ്റാറായിട്ടുണ്ടെങ്കിൽ കനല് തിരിച്ചു നോക്കി ഇരുന്ന് നോക്കണേക്കണ ഉക്കറാൻ കണ്ണി. അവള് ഇറങ്ങി ചെറിയ കനലിൽ കിടന്ന് വറ്റിക്കോളും. ഇനി എൻ്റെ ആവശ്യമില്ല. ഇത് തീ പിരിച്ചിട്ടില്ലേല് ഇവിടെ ഇരുന്ന് കത്തിയിരിക്കും. ഈ ചോറ് കലയെടുത്ത് മേളിൽ വെക്കാം, ഇല്ലെങ്കിൽ കാക്ക പണി തരും. കത്തിക്കോളും. നോക്കിയാണ് തകത്ത ബക്കറ്റല്ലേ. വാച്ച് എന്ത് ചെയ്തോ എന്തോ. പിള്ളേരെ കരുതി വാച്ചൊന്നും ഒരിടത്തും വെക്കാൻ പറ്റാത്ത അവസ്ഥയെ. ആ
പെങ്കൊച്ചിന്റെ വേനകത്ത് അങ്ങനെ എടുത്തിട്ടുണ്ടോ പോയോ എന്തോ. ആ വാച്ച് കാണണത് അവക്ക് എടുക്കണം. ഇവിടെ കൊട്ട് വെച്ചോ എന്തോ. അയ്യോ എന്റെ വാച്ച് ഇല്ലല്ലോ. ഇനി ഇവിടെ ഒന്നും കണ്ടില്ലേലും എനിക്ക് കാണുന്ന അടുക്കളയിലാണ്. അടുക്കളയിലേ ഞാൻ ഊരി വെക്കാറുള്ളൂ. ഞാൻ എവിടെ പോലെ നേരെ അടുക്കളയിലാണല്ലോ വരണേ. ആ അതായിരിക്കുന്നു. ഇതേണ്ട ഫ്രിഡ്ജിന്റെ മേളിൽ ഒരു സെറ്റ് വാച്ച്. ഈ വാച്ച് കണ്ടോ, ഇത് കീ വാച്ചാണ്. ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് വെച്ചാല് ഞാൻ ജനിച്ചപ്പോ ജനിക്കും മുമ്പേ എൻ്റെ അച്ഛന്റെ കയ്യിലുണ്ടെന്ന് അമ്മ പറയപ്പെടുന്ന വാച്ചാണേ. കാണിച്ചു കൊടുത്തേ കീ വാച്ച്. ഇത് കീ കൊടുക്കണം. ഇപ്പൊ സമയം എത്രയായി? 12 ആവാൻ പോണു. ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 കീ കൊടുക്കണം. ഈ വാച്ച് അച്ഛൻ്റെ ഒരു ഡ്രോ ഉണ്ട്. അച്ഛൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഡ്രോയ്ക്കകത്തുണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം, അതായത് അച്ഛൻ മരിച്ചിട്ട് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന്, വരുന്ന ഗാന്ധി ജയന്തിയുടെ അന്ന് 17 വർഷം തികയും, 16 വർഷം തികയും. അപ്പം അച്ഛൻ മരിച്ചപ്പോൾ എനിക്ക് 16 വയസ്സായിരുന്നു. അച്ഛൻ മരിച്ച് ആ ഡ്രോയൊക്കെ മാറ്റി 4-5 വർഷം കഴിഞ്ഞ് ആ ഡ്രോയറൊക്കെ എടുത്ത് വെളിയിൽ വെച്ചപ്പോഴാണ് ഈ വാച്ച് കിട്ടുന്നത്. 4-5 വർഷത്തിന് ശേഷം. അന്ന് ഓടലൊന്നുമില്ല, ഈ വാച്ച് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എടുത്ത് കളഞ്ഞു, എവിടെയോ ഒരു പോർഷനിൽ കളഞ്ഞു. ഈ ഒരു 3-4 വർഷം മുന്നെയാണ് ഈ വാച്ച് അമ്മ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു അച്ഛൻ്റെ ഒരു വെള്ള മുണ്ടും ഷർട്ടും ഈ വാച്ച്. ഞാൻ അതിനെടുത്ത് എടുത്തപ്പോൾ ഇത് ഓടുന്നില്ല. അപ്പൊ ഇനി ഇത് എങ്ങനെ ഓട്ടിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ നമ്മുടെ സ്ഥിരം വാച്ച് നന്നാക്കുന്ന ഒരു കടയുണ്ട്, ക്ലോക്കൊക്കെ വാങ്ങാൻ, അവിടെ കൊണ്ടുകൊടുത്തപ്പോൾ ആ ചേട്ടൻ അപ്പോഴാണ് ഈ വാച്ചിന്റെ വാല്യൂ പറയുന്നത്. ഇത് പണ്ടത്തെ കീ വാച്ചാണ്. അതായത് ഇതിന്റെ കമ്പനി ഏതോ ഉണ്ട്, ഇതിനകത്തുണ്ട്, ഞാൻ മറന്നുപോയി. ഇത് ഇപ്പൊ കൊടുത്താലും നല്ലൊരു റേറ്റ് ഉണ്ട്. എന്തായാലും ഒരു 10 രൂപ അടുപ്പിച്ച് ഇപ്പൊ കൊടുത്താൽ ഈ വാച്ചിന് വില കിട്ടും എന്നാണ് ആ ക്ലോക്ക് വാച്ച് കടയിലെ ചേട്ടൻ പറഞ്ഞത്. ഞാൻ അപ്പോഴാണ് ഇതിന്റെ വില. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ വിലയുടേതല്ല, ഇത് എൻ്റെ അച്ഛന്റെ വാച്ചാണ്. ഇത് ഇടുമ്പോ നമുക്ക് എൻ്റെ കൂടെ എൻ്റെ അച്ഛനുള്ള ഒരു ഫീലാണ് നമുക്ക്, നമ്മുടെ ഒരു സെപ്പറേറ്റ് ധൈര്യമാണ്. അതുകൊണ്ട് ഞാൻ എവിടെ പോലും ഈ വാച്ച് കിട്ടുള്ളൂ. വേറെ വാച്ചുകളൊക്കെ ഗിഫ്റ്റ് കിട്ടി, എന്നാലും ഈ വാച്ചാണ് എൻ്റെ ഹാർട്ട്. ഇനി കഥയൊക്കെ അടച്ചിട്ട് നമുക്ക് ടാറ്റ പോവാം. ഇതൊക്കെ അടുക്കള തുടയ്ക്കുന്ന തുണികളാണേ, വെയിലത്ത് വെച്ച് ഉണക്കണം. ഡോർ അടച്ചിട്ട് പോവാം. ഭയങ്കര കാക്കശല്യം ഇവിടെ. ഡോർ അടച്ചില്ലെങ്കില് കാക്ക കയറി പോവാം. എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഫോണുണ്ടല്ലോ, അത് മതി. ബാഗ് വേണ്ട, ഈ ഫോൺ എടുത്ത് ഈ ബാഗ് എടുക്കാം. കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് ഇന്ന് വേണമെന്നും പറഞ്ഞ് എടുത്തിട്ട ഫ്രോക്കാ. ഈ ഫ്രോക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഒരു ചേച്ചി ഗിഫ്റ്റ് കൊടുത്തതാ. അതെ, ഗിഫ്റ്റ് കൊടുത്തതാ. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇടാൻ സമ്മതിച്ചില്ല അച്ഛൻ. ഓക്കെ, അപ്പം ഷോബൂസിന്റെ പാവാങ്ങൽ ചടങ്ങിലോട്ട്. ഇന്ന് കാറാണ് എടുക്കുന്നത്. 2 വീലർ ആണെങ്കിൽ ഞാൻ മാസ്ക് വെക്കും, കാര്യം പൊടി ഭയങ്കര പ്രശ്നമാണ്. ഒരു കാര്യം കാണിച്ചുതരാം, വന്നേ. നമ്മളെ നമ്മുടെ കിച്ചൺ വർക്ക് ചെയ്തപ്പോൾ കൂടെ നമ്മൾ അഡീഷണൽ ചെയ്ത ഒരു പരിപാടിയാണേ. അതായത് നമ്മുടെ ചെരുപ്പൊക്കെ എല്ലായിടവും കിടക്കുന്നുണ്ട്. വേണ്ട, ഇത് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. നമ്മളെ ചെരുപ്പിന് റാക്ക് ചെയ്തതാണ്. കൊള്ളാല്ലേ? ഇതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. അവിടെ ഇവിടെ കിടക്കത്തില്ല, മഴ പെയ്താൽ നനയില്ല, വെയിൽ കൊണ്ടാ കേട് വരില്ല. ഇങ്ങനെ അടച്ച്, അയ്യോ അടയുന്നില്ലേ അപ്പൊ
എന്താ പറയാത്ത കണ്ടല്ലോ, നമ്മൾ ഓരോ ഐഡിയകൾ ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. എല്ലാവരെയും വീട്ടിൽ ഇതൊക്കെ ചെയ്ത് പണ്ടാറാണെങ്കിൽ പൈസയൊക്കെ ചെലവാക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ ചുമ്മാ പറയണേ, ഷൂറാക്കില്ലാത്ത വീട് ഏതുണ്ട്. പിന്നെ ഒരു നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു ആഡംബരമായിട്ട് പറയണമല്ലോ, അങ്ങനെ പറഞ്ഞതാ. പൊങ്ങച്ചം കാണിച്ചതാ, പൊങ്ങച്ചം. ചുമ്മാ അതെ. വാങ്ങിക്കാൻ തന്നെ തോ ഒരുങ്ങി രണ്ടുപേരും കൂടെ ഒരുങ്ങി പോവാണ്. വാങ്ങിക്കാൻ തന്നെ തോ പ്ലാൻ ഒന്നാക്കണം. ഇടാൻ നേരത്ത് വലിയ സൗണ്ടാണ്. ഞാൻ ചെന്ന് ചോദിച്ചിട്ട് പോയിട്ട് ആ പെണ്ണെവിടെ പോണെന്ന് നോക്കട്ടെ. പെണ്ണെവിടെ പോണെന്ന് നോക്കട്ടെ. മറ്റേ ഞാൻ കയറി ഇരുന്നാ ഒക്കില്ല. ആ പെണ്ണെവിടെ പോണെന്ന് നോക്കട്ടെ. എന്റെ ഇവിടെ എവിടെ പോണാ? നീ എവിടെ പോണാ? ഞാൻ വെളിയിലോട്ടൊന്ന് പോണ്. വീട്ടിലിരുന്നിട്ട് ഭയങ്കര ബോറടി. വെളിയിലോട്ടൊന്ന് പോണ്. പിന്നെ നീ വാങ്ങിക്കാൻ പോണില്ലേ? പോണ് പോണില്ല. വാങ്ങിക്കാൻ പൈസ ഇല്ല. പൈസ ഇല്ലേ? ഒരു പായം കൂടെ വാങ്ങിച്ചോടാ. പൈസ ഇല്ല. അങ്ങനെയൊന്നും പറഞ്ഞ നോക്കൂല. പൈസ ഒരു പായം കൂടെ വാങ്ങിച്ചോടാ. ആ 90 രൂപ 50 രൂപയൊന്നും ആവില്ല. 100 രൂപയൊന്നും കൊടുക്കണ്ട. എത്ര രൂപ? 75 രൂപ 80 രൂപയായിട്ടും ആവുള്ളൂ. 50 രൂപ കൊടുക്കണ്ട, 100 രൂപ കൊടുക്കണ്ട, 75 80 രൂപ ആവുള്ളൂ. കണക്കുകളൊന്നും ശരിയാവണില്ലല്ലോ ശോഭനെ. 40 രൂപ ആയിരിക്കും. ആ ശരി, നോക്കട്ടെ. നീ കാറ്റ് ഓർക്കാം. പെട്ടെന്ന് പോ. നീ പോ. ഈ പഴനിച്ചോണ്ട് വന്നില്ലെങ്കിൽ ഇരിക്കണ. നീ പഴനിച്ചോണ്ട് വന്നില്ലെങ്കിൽ നീ ഇരിക്കണ. പഴനിച്ചോണ്ട് വന്നില്ലെങ്കിൽ നീ ഇരിക്കണ. നമ്മളെ കൊടപ്പനക്കുന്നില് കയറുവാണ്. കൊടപ്പനക്കുന്നിന്ന് ലെഫ്റ്റ് ആണ് പോണത്. ആളുണ്ടോ? ആ ഇത് മനസ്സിലായി. ഇത് രണ്ടായിട്ട് നോക്കുന്നത് അല്ലാതെ മനസ്സിലായി. ഇത് മറ്റേ ഇൻഡിവിജ്വൽ അല്ലേ? ഇത് പോരെ ചോദിച്ചേ? പക്ഷെ ഇത് പണ്ടത്തെ നമ്മടെ ഓർമ്മയുള്ള ഓക്കെ. ഇത് മതി. ഇത് വീതിയുണ്ട്. ഇത് മതി. അത് മതി അല്ലേ? പണ്ടത്തെ ഇത് പുൽപ്പായല്ലേ? പുൽപ്പായ. കുഞ്ഞെ കൊണ്ടുവരാൻ പറ്റിയ സ്ഥലം. ഇതില്ലാത്തോണ്ട് ഉറങ്ങൂല എന്ന് പറയുന്നത്. അതൊക്കെ ബബ്ലി എടുക്കാം. സിറ്റ് ബബ്ലി. പാവപ്പെട്ടവർക്ക് കൂടെ മുട്ടായി തന്നെണ്ടേ. ഇതെന്തൊരു കഷ്ടം. ഇത് 230 രൂപയെന്ന്. പേടിയാണ്. നമുക്ക് നമുക്ക് കുഞ്ഞോറിയ മതി. അവിടെ കുഞ്ഞോറിയ എടാ 160 രൂപയെന്ന് മാമൻ പറഞ്ഞു. നീ നിന്റെ ഒരു കണക്കിന് ഒരു ഡിസ്കൗണ്ട് ഇട്ട് ഒരു 120 130. ഒരു മുട്ടായി പൊട്ടിച്ചത് തീർന്ന്. എന്നിട്ട് നീ ബില്ലടിച്ച് തീർന്നില്ല. സാധനം കിട്ടൂല. ബാ സ്ഥാനമെന്ന ഗുരുതര വിഭാഗത്തിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം ലഘൂകരിക്കാൻ സഹായകരമായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ നാളെ ഫെബ്രുവരി 10 തിന്നിട്ടാ നല്ല മുട്ടായി.
ഭയങ്കര ഇഷ്ടമാണ് മഞ്ചു മുട്ടായി. പിള്ളേരുണ്ടെങ്കിൽ കിട്ടൂല. പിള്ളേരില്ലാത്തപ്പോഴേ ഇതൊക്കെ തിന്നാൻ പറ്റും. കിട്ടിയില്ല. കിട്ടിയെങ്കിൽ കയ്യിൽ കാണൂലേ? കിട്ടിയില്ല. ഇല്ല. ഇതുവരെയ്ക്കും പാകട്ടിയില്ലേ? ഇല്ല. പാകട്ടിയില്ലെങ്കിൽ കാണിക്കാം. കിട്ടിയാ നീ കള്ളം പറയുന്നല്ലേ. ഇവിടെ തൂക്കാനേ വീടാ പോകും. തൂത്തിട്ടിടാം വൈകുന്നേരം രാത്രിയിൽ കിടക്കും. കൊണ്ട് വെച്ചിട്ടേ ഓ അപ്പൊ ഇന്ന് പായിട്ട് തന്നെ കിടക്കണ? രാത്രി പായിട്ട് കിടക്കും, തറയിൽ കിടക്കും. പായിട്ട് തറയിൽ കിടക്കും അല്ലേ? കിടക്കണില്ല. ഇനി വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ വീട്ടിലാന്ന് പരിചയായിരുന്നു. ഏറ്റവും അടിച്ചിട്ട് അവിടെ വന്നിരിക്കാം. ഒരു കാര്യം ആഗ്രഹിച്ച അത് നേടിയെടുത്തിട്ടേ അടങ്ങുള്ളൂ. അതിന് എന്ത് കാര്യമാണെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടേ അത് നേടിയെടുക്കും. പണ്ടും ഇതേ അവസ്ഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടുകാരും. വേണ്ട നമ്മുടെ അമ്പഴങ്ങ ഇത് ഞാൻ അന്ന് കായിട്ടപ്പം കുറെ പേര് പറഞ്ഞു ഞാൻ പറിച്ചത് വിളഞ്ഞില്ലാന്ന് കേട്ടാ. ആക്ച്വലി ഞാൻ പറിച്ചത് വിളയുകയും ചെയ്തു, ഞങ്ങളത് കഴിക്കുകയും ചെയ്തേ. പക്ഷെ കഴിക്കുന്നതൊന്നും വീഡിയോ പറ്റില്ല. അതായത് അമ്മച്ചി 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 ഇതാണ്ടാ, ഇത് വിളഞ്ഞതാണേ. അയ്യോ, വാ കായ ഇങ്ങോട്ട്. ഹണി നോക്കിയേ, ഹണീബി വേണ്ട. ഇത് ഞാൻ അന്ന് പറിച്ചപ്പോ കുറെ അമ്മമാര് പറഞ്ഞിരുന്നു, മക്കളെ അത് വിളഞ്ഞില്ല, വിളയാണ്ടാണ് പറിച്ചതെന്ന്. അത് വിളഞ്ഞിട്ടുണ്ടായിരുന്നേ, നമ്മൾ കഴിച്ചായിരുന്നു. വേണ്ട, ഇത് ഈ കളർ വരുന്നതാണ് വിളയുന്നത്. ചിലത് പിന്നെ സൈസ് കുറവായിരിക്കും. ഇനിയിപ്പോ പഴിപ്പിച്ച് കഴിക്കാം. എല്ലാം അണ്ണാനും കാക്കയൊക്കെ കൊണ്ടുപോകണു, കിട്ടണില്ല. അതാ ഒരെണ്ണം. കുറെ ഉണ്ട്. അണ്ണാനും കാക്കയൊക്കെ കഴിച്ച് കുറെ പോണു. ഇന്ന് പറിക്കണം. ഇത് വേണ്ട, നിറച്ച് നിപ്പുണ്ട് കായ്ക്ക്. ഇന്ന് പറിക്കാം, വൈകുന്നേരം ആവട്ടെ. ഉച്ചക്കിന് വെയിലുള്ള വയ്യ. എത്ര രൂപയെ? 180 രൂപ. 180? ഓ, ഈ ഒരു പായ? മറ്റേ പായക്ക് മറ്റേ പായ്ക്ക് ഈ വിലയൊക്കെ തന്നെ. ഇത് തന്നെ വില? ഓ, അത് അയ്യോ അയ്യോ. ഇലയിരിക്കണേ. ഓ, ഞാൻ പേടിച്ചു ഒരു നിമിഷം. ഇത് നിങ്ങൾ ചുമ്മാ കിട്ടൂന്ന് കരുതിയാ? ഇത് 180 രൂപ. 180. 180? യോ യോ, ഇത് ഒരു പായ്ക്ക?
മറ്റേ വായാൻ എനിക്ക് എന്ത് പേര് അമ്മ അതും ഇതേ വില തന്നെ 180. 10-20 രൂപ കുറവേ വരുള്ളൂ. അത് മതിയായിരുന്നു. അത് ഏത് പാ ഇത് തന്നെ കുഴപ്പം. ഒരെണ്ണം വാങ്ങാൻ പറയാം അത് മതിയായിരുന്നു. ഞാൻ അത് വാങ്ങിച്ചോട്ട് പറയുകയാണെങ്കിൽ ഇത് മതിയായിരുന്നു. രണ്ടും കൂടെ ഒരുമിച്ച് വാങ്ങേണ്ടി വരും ഞാൻ. അത് കൊള്ളാം. അതേത് പായാണ്? അതേത് പായാണ്? ഇതല്ലേ പാ? പുൽപ്പായല്ലേ പാ? പിന്നെ വേറെ ഏത് പാ? നിനക്കൊന്നും നോക്കിയാ എനിക്ക് അറിയൂടാ. നിങ്ങൾക്കറിയാമോ? എനിക്കറിയൂടാ. അപ്പൊ ശരിയായി. അല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറയുന്നു വിചാരിച്ചന. അയ്യോ ശരി, ഞാൻ പോണ, എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോട്ടാ. ശരി വാങ്ങിച്ചാ ഒന്ന് മാറ്റില്ലേ? ഞാൻ പാ വാങ്ങിച്ചു പോയോ? അത്ര അത് മാത്രമേ വാങ്ങിച്ചോളൂ. പിന്നെ ഒരു മുട്ടായി വാങ്ങിച്ച് അന്തസ്സായിട്ട് വണ്ടി ഇരുന്ന് തിന്നു. നല്ല രുചിയായിരുന്നു. നിങ്ങൾക്ക് മുട്ടായി വേണമായിരുന്നാ? അത് മാത്രമേ വാങ്ങിച്ചോളൂ. അതും വാങ്ങിച്ചോളൂ, വേറെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ എന്തിനു വാങ്ങണം ഇരുന്ന്? പിന്നെ എന്തൊരു വാങ്ങിക്കണ? നീ മരിച്ചിനി മീനൊന്നും മാറ്റി. എന്നും മരിച്ചീനി മീൻ തിന്നാലേ കമ്പനിക്ക് നഷ്ടം വരും. ഇന്നലെ മരിച്ചീനി തിന്നല്ല, തിന്നില്ലേ? ഇനി ഇന്ന് മരിച്ചീനി കഴിക്കണോ? ഇന്ന് മലക്കറി കറിയുണ്ട്, ഇന്ന് ചക്കയുണ്ട്. ചക്കയുണ്ട? ഇന്നലെ അപ്പുറത്ത് നിന്ന ചക്ക. അത് ഞാൻ അവിയൽ വെച്ചു. ഇച്ചിരിയേ ഉള്ളൂ, ഇത്തുപൂരേ ഉള്ളൂ. അവിയൽ വെച്ചു. ശരി, ഞാൻ പോണേ, എനിക്ക് ജോലിയുണ്ട്. നിങ്ങൾ കാരണം എന്റെ ജോലിയൊക്കെ പകുതി കിട്ടാണ് ഞാൻ പോയത്. ചായയൊക്കെ ഇടണം. 12 മണിക്ക് ഇപ്പൊ ഞാൻ ചായ ഇടാൻ പോണു. ഇങ്ങോട്ട് വരില്ലായിരുന്നു. നല്ല സോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഞാൻ പതഞ്ഞു.